മഴ കനക്കുമ്പോൾ ദേശീയപാത 66-ൽ കാസർഗോഡ് ചെറുവത്തൂരിലെ വീരമലക്കുന്ന ദുരന്ത ഭീതിയിലാണ്. അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശത്ത് കാലവർഷത്തിനു മുൻപ് പൂർത്തിയാക്കുവാൻ നിർദ്ദേശിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ദേശീയപാത 66-ൽ ചെറുവത്തൂരിൽ വീരമലക്കുന്നിന് സമീപത്തുകൂടെ ഭയപ്പാടോടെയാണ് ഓരോരുത്തരും യാത്ര ചെയ്യുന്നത്. കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിഞ്ഞു വീണ് നിൽക്കുന്ന മൺകൂന. സ്വാഭാവികമായ ഒഴുക്കിനുള്ള വഴി തടസ്സപ്പെട്ടതോടെ മണ്ണിനിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന ചെറിയ നീർച്ചാലുകൾ, വിവിധ ഭാഗങ്ങളിൽ താഴേക്ക് പതിക്കാൻ നിൽക്കുന്ന ഇളകിയ മൺകൂനകൾ. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ അശാസ്ത്രീയമായി വീരമലക്കുന്ന് ഇടിച്ചു നിരത്തിയതോടെയാണ് ജനങ്ങൾ ദുരിതത്തിലായത്. കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട കാർ യാത്രക്കാരി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഒരു വർഷം കഴിഞ്ഞ് മറ്റൊരു മഴക്കാലം എത്തുമ്പോഴും വീരമലക്കുന്നിന് കാര്യമായ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ വലിയൊരു മലയിടിച്ചിലുണ്ടായിരുന്നു. അന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നിരന്തരം യാത്രക്കാർ പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കുന്നിടിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പ്രദേശം മുഴുവൻ ഇല്ലാതായി പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് ഈ റോഡിൻ്റെ തന്നെ അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ്. കാരണം പല വർഷങ്ങളായിട്ട് നമ്മൾ സ്ഥിരം ഇതിലെ യാത്ര ചെയ്യുന്നതാണ്. എല്ലാ സമയത്തും പേടിച്ചുകൊണ്ടാണ് ഇതിലേ പോകുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും മണ്ണിടിഞ്ഞ് താഴേക്ക് വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ തട്ടുതിരിച്ച് സോയിൽ നെയിലിങ്ങും ഇരുമ്പുവലകൾ ഭൂവസ്ത്രമായി ഉറപ്പിച്ച് രാമച്ചം വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിയും എങ്ങും എത്തിയിട്ടില്ല. ഇതിനായി 2.47 ഏക്കർ ഭൂമി പ്രത്യേകം അനുവദിച്ചിരുന്നു. കാലവർഷമെത്തുന്നതിന് മുമ്പ് പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും നിർദ്ദേശം നൽകിയത്. എന്നാൽ മഴ കനക്കുമ്പോഴും കാൽഭാഗം പോലും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഈ മണ്ണിടിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് നല്ല രീതിയിലാക്കണം എന്നുള്ള നിലക്ക് ഇതിന് മുകളിലോട്ട് സ്ഥലം എടുത്ത് ഇത് ലെവൽ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. എന്ത് തന്നെ ഇത്രയും നാളായിട്ട് അത് നടക്കുന്നില്ല. കാരണം എന്തോ ഒരു സംഭവം ഇതിനിടയിൽ നടക്കുന്നുണ്ട്. കാരണം ഈ മെഗാ കൺസ്ട്രക്ഷൻസും ദേശീയപാത അതോറിറ്റിയും ഒക്കെ ചേർന്ന് ഈ പദ്ധതി പൂർത്തിയാക്കാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, കരാർ കമ്പനിക്കെതിരെ നടപടി. ഇവിടെ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു നമ്മൾ സർവീസ് റോഡ് ഇല്ലാത്തൊരവസ്ഥയുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ. അപ്പം തീർത്തും വളരെ മോശമായ രീതിയിലാണ് ഈ കമ്പനി മുമ്പോട്ട് പോകുന്നത്. നിലവിൽ തട്ടിതിരിച്ച പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മണ്ണിടിഞ്ഞു വീഴുകയാണ്. 6 വരി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമുള്ള അപകട ഭീഷണി എന്നൊഴിയുമെന്നറിയാതെ ആശങ്കയിലാണ് നാട്ടുകാർ.